ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരാളാണ് അംബരീഷ്. കുറേയൊക്കെ. ഞാൻ വന്നത് ആസ് എ ടീനേജർ എന്നുള്ള ഏജിലായിരുന്നു. ഒരു ടീനേജർ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റിഷിപ്പ് കൂടെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കുരുത്തക്കേടുകൾ ആണ് ഞാനും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, അതിനകത്ത് റൂളിംഗ് ആയിട്ടുള്ള ഒരു ചാനലിനെ എതിർത്ത് പോകാന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. അതിന് ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. ജിഷിൻ നല്ലൊരു ഒരുമിച്ച് അഭിനയിച്ച ആളാണ്. ഒരുപാട് കാലം അല്ലെ ഓട്ടോഗ്രാഫില് സുഹൃത്തുക്കളായി ഉണ്ടായിരുന്ന ഒരാളാണ്. പുള്ളി ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട്, നമ്മള് ഇപ്പൊ സീരിയലിൽ കണ്ട പുള്ളിയെ അല്ല ബിഗ് ബോസിൽ പോയിട്ട് കാണുന്നത്. ഒരു സൗഹൃദം എങ്ങനെയാണ് വിഷ്ണുവായിട്ട്? നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. സുഹൃത്തുക്കൾക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം അങ്ങനല്ല ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഇപ്പം ജിഷനെ കുറിച്ച് ഒരു നെഗറ്റീവ് കാര്യം ഞാൻ പറയാൻ എനിക്ക് വളരെ സിമ്പിളാണ്. ഈ ഒരൊറ്റ ഒരു കോൺവെർസേഷൻ മാത്രം മതി. അതുകൊണ്ട് ഇല്ലാതാകുന്നത് അവന് മാത്രമായിരിക്കാം. എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫാമിലി. ഞാൻ അന്ന് എടുത്തൊരു ഡിസിഷനാണ് എനിക്കൊരു ഫാമിലി വേണം എന്ന് പറയുന്നത്. ബിക്കോസ് എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ്. അത് ഞാൻ ഗണേശേട്ടൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇത് ഭയങ്കര അതിശയമായി പോയി. കാരണം ആ സീൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവം എൻ്റെ ലൈഫിൽ നടന്നതാണ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അനുഭവിച്ച ജീവിതം തന്നെ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ഒരു തോന്നൽ എന്തായിരുന്നു? ചില ഭാഗങ്ങളിൽ ഞാൻ ശരിക്കും കരഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അത്തരം പ്രവൃത്തികൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. എൻ്റെ എന്താ പറയുക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അറിയരുത്, എൻ്റെ അച്ഛൻ ഹാപ്പി ആയിട്ട്. കാരണം എനിക്ക് അറ്റാച്ച്മെന്റ് മൊത്തം എൻ്റെ അച്ഛനാണ്. വേറൊരു കാര്യം കൂടി, പാവങ്ങളുടെ ഒരു കാലത്ത് പണ്ട് എന്നെ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നത് ഈ ഫേസ്ബുക്കിലൊക്കെ അന്ന് ട്രോളുകളൊക്കെ തുടങ്ങി. എനിക്കൊന്നും അവർ ഇന്ത്യൻ ചൊളിയുണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ട് ഫേസ്ബുക്കിനകത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരറിയില്ല, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അതെ കൈക്കുഞ്ഞായിരുന്നു. നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, അതിനകത്ത് റൂളിംഗ് ആയിട്ടുള്ള ഒരു ചാനലിനെ എതിർത്ത് പോകാന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. അതിന് ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ശരിയായിരുന്നു അത്. അപ്പം അതുകൊണ്ട് അതിനുശേഷം പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതൊരു തെറ്റായിട്ടാണെന്ന് തോന്നിയിട്ടില്ല. ഇതുവരെ എൻ്റെ ഡിസിഷൻസ് ഒന്നും തെറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തെറ്റിയിട്ടുണ്ടാവാം, പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരുന്നു. നമ്മൾ ഈ സീരിയലിൽ കാണുന്ന ഒരു കോമഡി ആയിട്ടുള്ള ഒരു ആള് തന്നെയാണോ ജീവിതത്തിലും? ഒരു ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. നമുക്ക് ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റുവേഷൻ വൈസ് അല്ലേ. ഇപ്പം എൻ്റെ ലൈഫിൽ നടന്നൊരു തമാശ എന്ന് പറഞ്ഞിട്ട് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത് ഒരിക്കലും ചിലപ്പം അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരു തമാശയായി കൊള്ളണമെന്നില്ല. അത് ആ മൊമെന്റിന്റെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ തരുന്ന ക്യാരക്ടറിനകത്ത് എന്ത് കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാറുണ്ട്. ഈ കോമഡി ചെയ്യുന്ന എളുപ്പമായിരുന്നു? അപ്പോൾ അല്ല, കോമഡി ചെയ്യുന്ന എളുപ്പമല്ല. കോമഡി ചെയ്യുന്ന എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ എന്താ പറയണ്ടേ, കാണിക്കാം നമുക്കത്. വളിപ്പത്തരം എന്ന് പറയുന്ന സാധനത്തിൽ ചളുവായി പോവുക എന്ന് പറയുന്നതിലേക്ക് കയ്യിൽ നമുക്ക് പറയാനുള്ള ഡയറക്ടറിനെ ബേസ് ചെയ്തിരിക്കും. ചില ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ ഡയലോഗ് അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യണം എന്നാണ്. ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനകത്തും എന്തോ ഭാഗ്യം കൊണ്ട് അവരാരും എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സ്ട്രിക്ട്നെസ് പറഞ്ഞിട്ടില്ല. ഒരു ഡയറക്ടേഴ്സിൻ്റെ അടുത്തും എനിക്ക് അങ്ങനത്തെ നിൽക്കേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ എനിക്ക് ചെറിയൊരു സ്പേസ് തരുമായിരുന്നു. ഇപ്പൊ ഇത്രയും സീരിയലുകൾ ചെയ്തിട്ട് ഇപ്പോ മിസ് ചെയ്യാറുണ്ടോ ശരിക്കും ആ ഒരു സ്ക്രീനിൽ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ റീൽസ് ഒക്കെ നോക്കുമ്പോൾ ഞാൻ വരേണ്ട ഒരു സ്പേസിനെ അങ്ങനെ മിസ് ചെയ്യാറുണ്ടോ? എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു എൻ്റെ കരിയർ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്? എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് സക്സസ്ഫുൾ ആകാതെ പോകുമ്പോൾ മാത്രമല്ലേ നമുക്ക് കഴിഞ്ഞതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കും. പക്ഷെ എനിക്കത് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് എനിക്ക് അങ്ങനെ ഇതുവരെ എൻ്റെ ആ ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. പുതിയ ആൾക്കാർ വരുന്നുണ്ട്, ചിലപ്പോഴൊക്കെ തോന്നും ഇപ്പോൾ ചിലരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അത് പഴയത് എന്നുള്ളത്. പക്ഷെ അതിന് നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് അതിനേക്കാൾ സന്തോഷം മറ്റേന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന സാധനം എന്തെന്ന് ഞാൻ കണ്ടത് അവിടെ പോയപ്പോഴാണ്. ഞാനൊരു ഫാമിലി മാനാണ്. എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് ഫസ്റ്റ് തിങ്. അപ്പം എനിക്ക് അതിനകത്ത് ഒത്തിരി സന്തോഷം കിട്ടുന്നുണ്ട്.
അത് മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ലൊരു കരിയർ ഉണ്ട് അവിടെ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കരിയർ ഉണ്ടാക്കാനുള്ള. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോബ് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാനൊരു 1 ഇയറോളമായിട്ട് ഞാൻ ചൈൽഡ് കെയർ മകളെ നോക്കുക എന്നതാണ്. ഹോം മേക്കർ അതൊരു ആണിന് ചേർന്ന പദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം പ്രൗഡ് ടു ബി എ ഹോം മേക്കർ. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ റോയൽ മെയിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എപ്പോഴും വേണം നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാം അറ്റ് എനി ഏജ്. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്നും എനിക്ക് പറ്റാതെ വരികയാണെങ്കിൽ മാത്രമല്ലേ എനിക്ക് അയ്യോ അത് മതിയായിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഐ എം വെരി മച്ച് ഹാപ്പി. ഇതെങ്ങനെയാണ് ഇപ്പോൾ സീരിയലിൽ നിന്ന് പിന്നെ ഡയറക്ഷനിലേക്ക് പോയത്? എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് പഠിക്കണം, എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് വരാൽ എന്ന് പറയുന്ന മൂവി കണ്ണൻ താമരക്കുളത്തിൻ്റെ കൂടെ, അപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോഴും എൻ്റെ വൈഫ് എന്നോട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് പോകണം എന്നല്ല എന്നോട് പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ട്രൈ ചെയ്ത് ഉറപ്പായിട്ട് അവർക്ക് കിട്ടും എന്നുള്ളവർക്കറിയാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നീ നിന്റെ കരിയർ നോക്ക്, അതാണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഗ്രീൻ ഫ്ലാഗ് അല്ലല്ലോ ചേട്ടൻ, ഗ്രീൻ ഫോറസ്റ്റ് ആണല്ലോ. അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മറ്റേ ഇപ്പൊ നമ്മളെ ഒരു ആളുകൾ പറയുന്നില്ലേ ഗ്രീൻ ഫ്ലാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാർട്ട്ണറിനെ മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, മറ്റേ റെഡ് ഫ്ലാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവം. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും ഗ്രീൻ ഫ്ലാഗ് അല്ല, ഒരു ഗ്രീൻ ഫോറസ്റ്റ് ആണല്ലോ. എല്ലാവരുടെയും ഫാമിലിയിലുള്ളതുപോലെ ഞങ്ങളുടെ ഇടയിലും ഉണ്ട് കൊച്ചു കൊച്ചു. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ആസ് എ ഫാമിലി എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫാമിലി. അപ്പം ഞാൻ അന്ന് എടുത്തൊരു ഡിസിഷനാണ് എനിക്കൊരു ഫാമിലി വേണം എന്ന് പറയുന്നത്. ബിക്കോസ് എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ്. അപ്പം ഒരു ഫാമിലി എന്താണെന്നും ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതിന് ആരെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ ഹസ്ബൻഡ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വൈഫ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം അവളും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്, അപ്പം പിന്നെ ഞാനും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകണം. എനിക്ക് കുറച്ചും കൂടെ എളുപ്പം ഞാൻ കോംപ്രമൈസ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പം അതുകൊണ്ട് കിട്ടുന്നതാണ് സന്തോഷം. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അപ്പം നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ വരും. ഇനീഷ്യലി നമുക്ക് കുറച്ച് പാടാണ്, കാരണം ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു, ലോൺലിനെസ് ഉണ്ടായിരുന്നു. പക്ഷെ ഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ 1-2 ഫാമിലീസ് കിട്ടി. എബി, ബിയ, വിജയ് ചേട്ടൻ, അങ്ങനെ ബിനി ചേച്ചി, അർജുൻ, നിഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ വിഷമം വരുമ്പോഴൊക്കെ ഇവരുടെ താഴത്തെങ്കിലും പോവുകയോ അവരുടെ വീട്ടിലൊക്കെ പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആരും ഇല്ല എന്നൊരു തോന്നലൊന്നുമില്ല. ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് അവിടെ വിന്റർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം കോമൺ ആണ്. വിന്റർ സീസൺ ആയി കഴിഞ്ഞാൽ ഒന്നതിനും സൂര്യൻ അധികം കാണത്തില്ല. പിന്നെ രണ്ടാമത്തെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈറ്റമിൻ D3 ഒരു കുറവ് വരുമ്പോഴത്തേക്ക് മെന്റലി നമ്മൾ ഒരുപാട് എഫക്ട് ചെയ്യും. അതൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിക്കകത്ത് തന്നെ. പക്ഷേ എല്ലാവരുടെയും ലൈഫിലുള്ളതുപോലെ പ്രശ്നങ്ങളും എനിക്കും ഉണ്ട്. ഈ ജീവിതത്തിൽ കിട്ടാതിരുന്നൊരു സാധനം വീണ്ടും എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടണം എന്നുള്ള വെച്ച് കഴിഞ്ഞാല് എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം അത് എനിക്കും തിരിച്ചു കിട്ടും എന്നുള്ള എനിക്കറിയാം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെയും തോട്ട് പ്രോസസ്സ്. അതെങ്ങനെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കാം എന്നുള്ളത്. പക്ഷെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഈ ശരിക്കും ഒരു മരം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പലതും ചില്ലുകളും കൊഴിഞ്ഞും ഇതൊക്കെ പോവും. പക്ഷെ ഒരു ഫാമിലി ട്രീ ആക്കിയെടുക്കാൻ കുറച്ച് സ്ട്രഗിൾ ഉണ്ട്, കുറച്ചധികം സ്ട്രഗിൾ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അത് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇപ്പം അവൾ ചെയ്യാൻ എന്നെക്കാളും നന്നായിട്ട് അവൾ, കാരണം അവളുടെ ഫാമിലി ലൈഫ് അവളുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര നല്ല ചൈൽഡ്ഹുഡായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും അവൾ കണ്ടു വളർന്നൊരു വ്യക്തിയാണ് വൈഫ്. അപ്പം എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം ഞങ്ങൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള 2 വ്യക്തികളാണ്. ഒരേപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇത്രത്തോളം സ്മൂത്ത് ആവില്ലായിരുന്നു. ആണ്. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് തർക്കിക്കേണ്ടി വരും. ആ തർക്കം എപ്പോഴും നല്ലതാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും. ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരാളാണ് അംബരീഷ്. കുറേയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, കുറേയൊക്കെ എൻ്റെ പ്രവൃത്തികളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആരെയും വേദനിപ്പിക്കുന്നതും ആരെയും മനഃപൂർവ്വം ഹേർട്ട് ചെയ്യുന്നതോ അങ്ങനത്തെ പ്രവൃത്തികളല്ല ഞാൻ പറയുന്നത്. ഞാൻ വന്നത് ആസ് എ ടീനേജർ എന്നുള്ള
ഏജിലായിരുന്നു. ഒരു ടീനേജർ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സെലിബ്രിറ്റിഷിപ്പ് കൂടെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കുരുത്തക്കേടുകൾ ആണ് ഞാനും എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറയത്തില്ല 1000 കുടത്തിൻ്റെ നമുക്ക് കെട്ടാം, ഒരു മനുഷ്യൻ്റെ നമുക്ക് മൂടി കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ. പിന്നെ നമുക്ക് അത്തരം കാര്യങ്ങളുടെ പുറകെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ സമയം കാണുള്ളൂ. അതിനെ വഴിക്ക് വിട്ടേക്കുക. നിങ്ങളിനി അങ്ങനെ അല്ലാത്തൊരു വ്യക്തി എനിക്ക് കാണിച്ചു തരാമോ? നമ്മളെ ഏറ്റവും പവിത്രമായിട്ട് കാണുന്നതാണ് ദൈവങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും. ഇപ്പം ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ അവരെ പോലും നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ കാണാമല്ലോ, അങ്ങോട്ട് എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ ദൈവം, നിൻ്റെ ദൈവത്തിന് ഇന്ന കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് തർക്കിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു സൊസൈറ്റിയിൽ ഞാൻ എങ്ങനെ പെർഫെക്റ്റ് ആവും? ഐ എം എ ഹ്യൂമൻ ബീയിങ്. എനിക്ക് ഉണ്ടാവും, ശരി, ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. അത് എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഉണ്ടാവും. നമ്മളെല്ലാം ഇമോഷണലി നമ്മൾ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ സെൻസിബിളി നമ്മൾ ചിന്തിക്കുള്ളൂ. സെൻസിബിളി ചിന്തിക്കുന്ന കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഇറ്റ്സ് മൈ പാസ്റ്റ്, ഐ ഡോണ്ട് കെയർ. അതെന്നെ ഒരിക്കലും അപ്പം എൻ്റെ വാലിൽ കൂട്ടിക്കെട്ടുകയോ എന്തോ ചെയ്തോട്ടെ, അതൊന്നും എന്നെ ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഐ ഹാവ് എ ഫാമിലി ആൻഡ് ഐ ഹാവ് പ്രൂവ്ഡ് ടു ദി വേൾഡ് ഐ ആം എ ബെറ്റർ മാൻ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചാൽ എൻ്റെ മക്കൾക്ക് ഞാൻ എങ്ങനെ ആയിരിക്കണം, എൻ്റെ വൈഫിന് ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് മാത്രം നോക്കിയാൽ പോരെ. ഈ റിലീജിയസ് ആയിട്ടുള്ള സംഭവം, റിലീജിയസ് ആണ് സ്പിരിച്വാലിറ്റി ആണ് എന്താന്ന് എനിക്കറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എത്തി അങ്ങനെ ആയതാണോ? അല്ലല്ല, ഞാൻ അന്നും ഈ പറഞ്ഞ എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നും ഞാൻ പോയ യാത്രകളൊക്കെ എന്ന് പറഞ്ഞാൽ ഹിമാലയം, കേദാർനാഥ്, ബദ്രിനാഥ്, ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള, എനിക്ക് ഫോർച്ചുനേറ്റ്ലി അപ്പോഴും എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഇതിനെല്ലായിടത്തും കൊണ്ടുപോകായിരുന്നു. ഒരു ഗുരുകാരുണ്യം കൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ കേദാർനാഥൊക്കെ കാണുക, ഗംഗോത്രിയിൽ പോവുക, അത് ആ ഏജിൽ പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പം അന്നൊന്നും ഈ പറഞ്ഞ പോലെ പട്ടായ ഉണ്ടെന്നോ തായ്ലൻഡ് ഉണ്ടെന്നോ ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ല, ചുമ്മാ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ അതൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതലും ഇഷ്ടം യാത്ര ചെയ്യാനായിട്ട്. അപ്പം കൂടുതലും സ്പിരിച്വൽ ആയിരുന്നു ഞാൻ. ഈ ഓട്ടോഗ്രാഫിൽ ഒരു സുഹൃത്ത് ഇപ്പോൾ ബിഗ് ബോസിലുണ്ട്. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് അൺഫോർച്യുനേറ്റ്ലി ഞാൻ കാണാറില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ അവിടുത്തെ സബ്സ്ക്രിപ്ഷൻ ഡിഫറെൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നമുക്കവിടെ ചാനൽസ് അവൈലബിൾ ആണ്. പിന്നെ ഈ പറയുന്ന പോലെ അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് TV കാണുന്ന ഒരു കൂട്ടത്തിൽ പണ്ടുമല്ല. മൂവീസ് എനിക്ക് ഇഷ്ടമാണ്. മൂവീസ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കാണാറുണ്ട്. അല്ലാതെ ഞാൻ TV ടൈം വളരെ കുറവാണ്. ഈ ജിഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജിഷിൻ ഒരുമിച്ച് അഭിനയിച്ച ആളാണ്. ഒരുപാട് കാലം അല്ലെ ഓട്ടോഗ്രാഫിൽ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്ന ഒരാളാണ്. പുള്ളി ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട്, നമ്മള് ഇപ്പൊ സീരിയലിൽ കണ്ട പുള്ളിയെ അല്ല ബിഗ് ബോസിൽ പോയിട്ട് കാണുന്നത്. ഒന്നതിലും ഞാൻ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ജിഷിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാനുള്ള ഒരു വ്യക്തി ഞാനല്ല. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം കിട്ടിയിട്ട് വേണ്ട ജിഷിൻ ജീവിക്കാനായിട്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്. എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുകയും ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അത് നല്ലതും ചീത്തയും ആയിക്കോട്ടെ, അത് എൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു സൗഹൃദം എങ്ങനെയാണ് ജിഷിനുമായിട്ടുള്ള? നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. സുഹൃത്തുക്കൾക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. എൻ്റെത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് എനിക്കൊരു നല്ല സുഹൃത്ത് തന്നെയായിരുന്നു, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ. എങ്ങനെയാണ് ഇങ്ങനെ ഫിലോസഫിക്കലായി സംസാരിക്കാൻ പറ്റുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. സൂര്യ, നമുക്കൊരാളെക്കുറിച്ച് അപവാദം അല്ലെങ്കിൽ നമുക്കൊരാളെക്കുറിച്ച് ഇപ്പം എനിക്ക് സൂര്യയെക്കുറിച്ച് നാളെ ഞാനൊരു പോസ്റ്റ് ഇടാം. ഞാൻ ഇപ്പം സൂര്യയെക്കുറിച്ച് എന്ത് വേണം എനിക്ക് പറയാം. അല്ലാന്ന് സൂര്യ എങ്ങനെ പ്രൂവ് ചെയ്യും? ഈ മുറിയിൽ ഞാൻ സൂര്യയെക്കുറിച്ച് എനിക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ സൂര്യയിൽ നിന്ന് ഇങ്ങനെ, എനിക്ക് വളരെ എളുപ്പമാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ കോടതിയിൽ പോലും നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അന്യായം ഫയൽ ചെയ്തു എന്നാണ് പറയുന്നത്. ന്യായം പിന്നീട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്, അത് തീർപ്പാക്കുന്നത് കോടതിയാണ്. ഇത് നമ്മൾ മനുഷ്യൻ്റെ മനസ്സുകളിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടിടുന്നത്. അവിടെ ന്യായവും അന്യായം ഒന്നുമില്ല, ഒരു ആനന്ദം മാത്രമേ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ സൂര്യയെക്കുറിച്ച് ഒരു തെറ്റായിട്ടുള്ളൊരു വാർത്ത ഞാൻ പറയുമ്പോൾ അത് കേട്ട് രസിക്കാനും കുറച്ച് ആൾക്കാർ, സൂര്യൻ നന്നായിട്ട് അറിയുമ്പോൾ ആ സൂര്യ ഒരു വിഷമം ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ ഈ ലോകത്തുള്ളൂ. ഇപ്പോൾ തൽക്കാലം അവരിപ്പം എന്താ പറയണ്ടേ, അങ്ങനെ ഒരു നെഗറ്റീവ് കേട്ട് സന്തോഷിക്കാൻ എനിക്ക് നെഗറ്റീവ് പറയാനില്ല. എങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റീവ് ആവാൻ പറ്റുന്നത്? ആയേ പറ്റുള്ളൂ.
ഇപ്പം നെഗറ്റീവ് ഞാനും അതൻ ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് എല്ലാ ഇമോഷൻസും ഉണ്ട്. നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവാറുണ്ട്, നെഗറ്റീവ് തിങ്സിലേക്ക് അട്രാക്റ്റഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു നെഗറ്റീവ് ഒരു ഇംപ്രഷൻ, ഇപ്പം ജിഷനെ കുറിച്ച് ഒരു നെഗറ്റീവ് കാര്യം ഞാൻ പറയാൻ എനിക്ക് വളരെ സിമ്പിളാണ്. ഈ ഒരൊറ്റ ഒരു കോൺവെർസേഷൻ മാത്രം മതി. അതുകൊണ്ട് ഇല്ലാതാകുന്നത് അവന് മാത്രമായിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്കൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ചെയ്യാതിരിക്കാം. പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ചെയ്യാതിരിക്കാൻ. ഇപ്പം ജിഷൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഞാൻ പറയുന്നത്, ആരും ആയിക്കോട്ടെ. എൻ്റെ അച്ഛനാകാം, എൻ്റെ അമ്മയാകാം, എൻ്റെ വൈഫാകാം, എൻ്റെ കുട്ടികളാകാം. എനിക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും എനിക്ക് നെഗറ്റീവ് പറയാം, ഞാൻ പറയുകയും ചെയ്യും. പക്ഷെ അത് എന്താ പറയണ്ടേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും അങ്ങറ്റം പോകുന്നത് എൻ്റെ ഭാര്യ മാത്രമേ അറിയുള്ളൂ. എനിക്ക് അവിടെ നിർത്തുന്നതാണ് എനിക്ക് താല്പര്യം, ആരെക്കുറിച്ചാണെങ്കിലും. ഈ പഴയ ഓട്ടോഗ്രാഫിലെ സാമലയിലാണ് ഇങ്ങനെ വന്ന് പറയുന്നത്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അത് ക്യാരക്ടർ അല്ലേ. അത് നമുക്കൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ നമ്മൾ എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം, അതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഡയറക്ടറുണ്ട്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, ക്യാമറ ക്രൂ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നതിന് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്കതിനെ എങ്ങനെ വേണം നമുക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുപോകാം. പക്ഷെ ആദ്യം ആ ക്യാരക്ടർ ചെയ്തതിന് ശേഷം പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു കോമഡി ആയി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അനിയത്തിയിലെ ക്യാരക്ടർ ആണെങ്കിലും ഈ പ്രസാദിന്റെ ക്യാരക്ടർ ആണെങ്കിലും, പ്രസാദ് എന്ന് പറയുന്ന സ്ത്രീധനത്തിലെ ക്യാരക്ടർ ഒരേ സമയത്ത് ഈ പറയുന്ന പോലെ ചളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ എക്സ്ട്രാ റിലേഷൻഷിപ്പിനെ ആകെ അറിയാവുന്ന ഒരേ ഒരു മെമ്പർ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പം അത് എൻ്റെ അമ്മ അറിയാതെ നോക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സ്ത്രീ അവരുടെ 3 മക്കള്, അവർ നോക്കുന്ന അവരുടെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്ന് മാത്രമേ അവർ ചിന്തിക്കണം. അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ലോകം എന്ന് പറയുന്ന ആ കുടുംബം മാത്രമാണ്. പക്ഷേ മറുഭാഗത്ത് അവർ ഒരുപാട് നമ്മൾ ഈ പിന്നെ വെള്ളത്തിനെ നമ്മുടെ കയ്യിലിട്ട് അമർത്തി പിടിക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് എല്ലാ ഭാഗത്തുനിന്നും അത് പോകും. നമ്മുടെ കയ്യിൽ ഒരിക്കലും നിൽക്കില്ല, നമുക്ക് ഒരിക്കലും മുറുക്കെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരും ചെയ്തുകൊണ്ടിരുന്ന ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന സേതുലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന അവരുടെ കുടുംബത്തിന് ഇങ്ങനെ പിടിക്കാൻ നോക്കി. ആ ടൈറ്റ്നസ് കൂടിപ്പോയി, റെസ്ട്രിക്ഷൻസ് കൂടിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് ആദ്യം പുറത്ത് കിടക്കാൻ വീർപ്പ് മുട്ടിട്ട് പുറത്ത് കിടന്നത് അച്ഛനാണ്. അച്ഛൻ്റെ അത്തരം പ്രവൃത്തികൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. എൻ്റെ എന്താ പറയണ്ടേ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അറിയരുത്, എൻ്റെ അച്ഛൻ ഹാപ്പി ആയിട്ട്. കാരണം എനിക്ക് അറ്റാച്ച്മെൻറ്റ് മൊത്തം എൻ്റെ അച്ഛനാണ്. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഫാമിലി, മൂത്ത ചേട്ടൻ്റെ വൈഫ് ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ക്യാരക്ടറിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. കാരണം പുള്ളിക്കാരി ഭയങ്കര പാവപ്പെട്ടൊരു വീട്ടിൽ നിന്ന് വരുന്നതാണ്. മറുഭാഗത്ത് എല്ലാ സൗഭാഗ്യങ്ങളോടെ വന്ന രണ്ടാമത്തെ ചേച്ചിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് പാവപ്പെട്ട ഒരാളുടെ കൂടെ അല്ലേ നമ്മൾ എപ്പോഴും നിൽക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പം അവരുടെ കൂടെ അപ്പോൾ ഇതൊക്കെ ഞാൻ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണമായിരുന്നു ആ ക്യാരക്ടർ. അത് ഭയങ്കര വലിയൊരു ക്യാരക്ടറാണ്. അപ്പം എനിക്കൊരിക്കലും അങ്ങനെ ടൈപ്പ് കാസ്റ്റഡ് ഒന്നും ആയിരുന്നില്ല. അനിയത്തിയിലെ ക്യാരക്ടർ കുറേയൊക്കെ എൻ്റെ ഫാമിലിയുമായിട്ട് എൻ്റെ ഫാമിലിയുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉള്ളൊരു ഇതാണ്. ഞാൻ വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ ഞാൻ ഫാമിലിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. അതിനകത്ത് അച്ഛൻ മരിച്ചു പോയിട്ട് പിന്നെ അച്ഛൻ വരുത്തിച്ച കുറേ കടങ്ങൾ വീട്ടുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പം ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ക്യാരക്ടറായി ചെയ്തപ്പോൾ വല്ല ദേജാവോ ഇങ്ങനെ അടിച്ചിരുന്നു? ദേജാവോ അടിച്ചിരുന്നു ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. കുറേ ഭാഗത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ പഴയൊരു എൻ്റെ എന്താ പറയുക ഒരുപാട് സാഹചര്യങ്ങളിൽ ഞാൻ കുറേയൊക്കെ പോയിട്ടുണ്ട്. ശരിക്കും അത് ഞാൻ ഭയങ്കര ഞാൻ ഗണേശേട്ടൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇത് ഭയങ്കര അതിശയമായി പോയി. കാരണം ആ സീൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവം എൻ്റെ ലൈഫിൽ നടന്നതാണ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അനുഭവിച്ച ജീവിതം തന്നെ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതെന്തായിരുന്നു, ഒരു തോന്നൽ എന്തായിരുന്നു? ചില ഭാഗങ്ങളിൽ ഞാൻ ശരിക്കും കരഞ്ഞിട്ടുണ്ട്. ഞാനത് വേണമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതായിരുന്നില്ല, പക്ഷെ പറഞ്ഞു ഇപ്പോൾ എവിടെ എനിക്ക് കണക്റ്റഡ് ആയി. അപ്പം ഞാൻ ശരിക്കും അത് ഫീൽ ചെയ്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പിന്നെ അഭിനയിക്കുകയല്ലേ, എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും, അത് അഭിനയം മാത്രമായിരിക്കും. അറിയില്ല അന്ന് എന്തൊക്കെയായിരുന്നു ഫീലിങ്സ് ഒന്നും ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല.
ഇനി എന്ന് വരും നമ്മള് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം ലീവിന് വരുമ്പോൾ നമുക്ക് ഇനി എപ്പോഴെങ്കിലും വല്ല സീരിയലില് US വന്ന അളിയനോ അങ്ങനത്തെ എന്തെങ്കിലും റോളുകൾ നമുക്ക് കാണാൻ പറ്റുമോ? അറിയില്ല സൂര്യ, എനിക്ക് സത്യം ഞാൻ ഒന്നാമതിന് ഞാനിവിടെ വന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ കുറച്ച് സമയങ്ങളായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരാഴ്ച 2 ആഴ്ച നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കൂടുതലും ഈ പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ ഇപ്പം ഈ ഒരു വരം തന്നെ എൻ്റെ രണ്ടാമത്തെ മകളുടെ എഴുത്തിനിരുത്താന്ന്. മക്കളുടെ പേരെന്താണ്? അക്ഷതയും ദർശിതയും. മൂത്താൾക്ക് 8 വയസ്സായി, രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ആളുടെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് വന്നതാ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെ വന്നത്. അതെ, ഇപ്പോഴും ഞങ്ങൾക്ക് വരാൻ പറ്റില്ലായിരുന്നു, കാരണം ഞങ്ങളൊരു റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ടൈം കൂടെയായിരുന്നു. അപ്പം അതൊക്കെ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയത് ഈ ഒരു സമയത്ത്, കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പം അവിടെ സ്കൂൾ ടൈം, അപ്പം മൂത്താളുടെ സ്കൂള് കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. ഈ ചേട്ടനെ മിസ് ചെയ്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഇപ്പോഴും വന്നപ്പോഴും അമ്പലത്തിൽ പോയപ്പോഴാണെങ്കിലും പലയിടത്ത് വെച്ച് ആൾക്കാർ എന്നെ കണ്ടെത്തി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് വൈഫ് എപ്പോഴും പുഷ് ചെയ്യും, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെ 10 പേര് അറിയുന്നില്ല, നിങ്ങളൊരു ചാനൽ തുടങ്ങുന്ന പറഞ്ഞു. ഞാൻ വലിയ കാര്യത്തിലൊക്കെ തുടങ്ങിയെങ്കിലും പിന്നീട് ഈ പറഞ്ഞ രണ്ടാമത്തെ ആള് കുറച്ചും കൂടെ ഒക്കെ വളർന്ന് കുസൃതി കൂടി. ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ അവളുടെ പുറകെ നടക്കുക, അവളുടെ ആക്ടിവിറ്റീസ് കൂടുക, മൂത്താളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുക, അവരുടെ ഫുഡ് കാര്യങ്ങൾ, ഇതൊക്കെ കുക്കിങ്, ഹൗസ് ഹോൾഡ് തിങ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ചാനലിൻ്റെ പരിപാടികളൊക്കെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ വന്നു കഴിഞ്ഞാൽ ആരും, പക്ഷേ എയർപോർട്ട് അവിടെ വെച്ച് തന്നെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയാറുണ്ട്. അവരോട് ഞാൻ എന്ത് പറയേണ്ടത്, നന്ദി. വേറൊരു കാര്യം കൂടി ഉണ്ട്, പാവങ്ങളുടെ ഫാത്ത് ഫാസിൽ നിന്ന് ഒരു കാലത്ത് പണ്ട് എന്നെ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നത് ഈ ഫേസ്ബുക്കിലൊക്കെ അന്ന് ട്രോളുകളൊക്കെ തുടങ്ങി. എനിക്കൊന്നും അവർ ഇന്ത്യൻ ചളിയുണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ട് ഫേസ്ബുക്കിനകത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അതെ അതെ അതെ, കൈക്കുഞ്ഞായിരുന്നു അല്ലേ? അതെ അതെ. അപ്പം അവര് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അവര് എന്നെ ഇതുപോലെ ട്രോൾ ചെയ്തിട്ടുണ്ട്. പാവങ്ങളുടെ ഫഹദ് ഫാസിൽ, പണക്കാരുടെ നസ്രിയ എന്ന് പറഞ്ഞിട്ട് എൻ്റെയും നസ്രിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഈ അവരവിടെ കിടക്കുന്നത് നമ്മളിവിടെ കിടക്കുന്നത്, അതൊരു ഭാഗ്യം. പക്ഷെ നമ്മൾ ക്യാമറമാനും പറഞ്ഞു ഫഹദ് ഫാസിലിന്റെ ഒരു കട്ടുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ ചേട്ടാ ഒരുപാട് താങ്ക് യു. തിരക്ക് പിടിച്ച സമയത്തും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വന്നതിൽ എനിക്കറിയാം ഒരുപാട് ട്രാവൽ ചെയ്തതിനടുത്ത് ഒരു മണിക്കൂർ കിട്ടോ, ഒരു മണിക്കൂർ കിട്ടും, ഇപ്പോൾ എത്തും, എന്തായാലും നമ്മൾ ഇന്ന് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ ഇവിടെ വന്നത്. വെറും 2 ആഴ്ചത്തെ ലീവിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു എഫേർട്ട് ഇട്ടതിന് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും വല്ല US വരുന്ന അളിയനായിട്ടെങ്കിലും ഒന്ന് സ്ക്രീനിൽ വന്ന് പോവും. കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ഒരു ഹാർട്ട് ട്രോബ് ആയിരുന്നു. എൻ്റെ ചേച്ചിയൊക്കെ പറയും, കോമഡിയൊക്കെ പറയുന്ന പയ്യൻ ഇതുപോലത്തെ ഒരു പയ്യന് കിട്ടണം എന്നൊക്കെ സത്യം സീരിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മറ്റേ സ്ത്രീധനത്തിലായാലും റോള് മാറിയപ്പോ ചേട്ടന് പകരം വേറൊരാൾ വന്നപ്പോ എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ആള് തന്നെ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മൾ ഓൾറെഡി കണക്ട് ആയി. പഴയ ആളിന് നമ്മൾ ഭയങ്കര ഓക്കെ ആയിരുന്നു, അപ്പൊ പുതിയ ആളുടെ അഭിനയം കൊള്ളില്ല എന്നല്ല, പക്ഷെ നമ്മൾ ഓൾറെഡി അത് കണക്ട് ആയതുകൊണ്ട് പുതിയ ആള് വന്നപ്പോ പഴയ പയ്യൻ തന്നെയായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. അത്രയും നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ഇനിയും നാട്ടിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി ഇന്റർവ്യൂസ് ഒക്കെ തരണം. താങ്ക് യു സൂര്യ, ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ. ഇങ്ങനൊരു കോൺവെർസേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല, അതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.